കോവൽ കൃഷി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ നഴ്സറി വിശേഷങ്ങൾ. ഉള്ളിൽ ഓറഞ്ച് ഫ്ലഷ് ഉള്ളതാണ്. ഇതുണ്ടല്ലേ, ഇതുപോലെ നമ്മൾ നല്ല റൂട്ട് സെറ്റായിട്ട് നല്ല റൂട്ട് ഫോമിംഗ് ആയിട്ടുള്ള തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു മഞ്ഞ വെറൈറ്റി ആരോഹി എന്ന് പറയുന്ന നമ്മളിപ്പോൾ തൈകൾ ബൾക്കായിട്ട് വിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുരേഗിരി ഫാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കോവൽ വിശേഷങ്ങളാണ്. അതായത് കോവൽ എന്ന് പറഞ്ഞാൽ ഇതൊരു നാടൻ ഇനത്തിൽപ്പെട്ട ഒരു കോവലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ലെങ്തൊക്കെ വരുന്ന കോവലാണ്. പക്ഷേ നമ്മളിവിടെ നട്ടിട്ടിപ്പോൾ ഒരു 1.5-2 മാസമായി. ഇതിന് കാര്യമായിട്ട് നമുക്കിതിൽ ഇറിഗേഷൻ നടത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ളതാണ്. അത്യാവശ്യം സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ആ വലിപ്പമൊക്കെ തന്നെ ഉണ്ട് ഇതിന്. എങ്കിൽ പോലും നമ്മളിതിന് കൃത്യമായ വളപ്രയോഗങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് വരുന്ന മാറ്റങ്ങൾ എത്രയായി കാണുന്നത്. ഇതിപ്പോൾ നിലവിലിങ്ങനെ സീരിയൽ പോലെയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ കാര്യമായ പരിചരണങ്ങൾ ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഇതുപോലെ ആയത്. ഇതെങ്ങനെ നമുക്ക് കൂടുതലായിട്ട് പരിചരണങ്ങൾ കൊടുത്തിട്ട് ഈ പന്തൽ നിറച്ച് കോവലാക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിത് വിളവെടുക്കാം. അപ്പോൾ അതിൻ്റെ പരിചരണങ്ങൾ നമ്മൾ ഇന്ന് തുടങ്ങിയിട്ട് നമുക്കൊരു 30 മുതൽ 40 ദിവസം വരെ കഴിഞ്ഞിട്ട് എങ്ങനെയാകാമെന്നുള്ളതാണ്. അപ്പോൾ വരുന്ന ഒരു വീഡിയോയിൽ നമുക്കിതിന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാനതിൻ്റെ കൃത്യമായ ഒരു റിപ്പോർട്ടിങ് കാണിച്ചു തരാം. എന്തൊക്കെ ന്യൂട്രിയൻസാണ് കൊടുക്കുന്നത് അതെല്ലാം ആ ഒരു 40 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിലാണ് നമുക്ക് അത് കാണാൻ. അത്രയും താമസം വരും ഇത് റെഡിയായി വരുമ്പോഴത്തേക്ക്. നല്ലൊരു വെറൈറ്റി ആണെന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഇത്. നിലത്ത് കിടന്നിട്ട് പോലും അവിടെ കിടന്നൊക്കെ ഒരുപാട് കായകൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിചരണങ്ങൾ നടത്തുന്നതോടൊപ്പം നമുക്കിതിൻ്റെ വള്ളികളെല്ലാം തന്നെ മുകളിലേക്ക് കയറ്റി വിടേണ്ടതുണ്ട്. വലിയൊരു പന്തലാണ് നമ്മൾ സെറ്റ് ചെയ്തതെങ്കിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചെടുക്കാനായിട്ട് നമുക്ക് അത് സാധിച്ചിട്ടില്ല. ഇത് നമ്മൾ മുകളിലുണ്ടായിരിക്കുന്നത് പോലെ തന്നെ താഴത്തുമൊക്കെ കായകളുണ്ട്. അത് നല്ല വെറൈറ്റികൾക്ക് മാത്രമാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തതിനേക്കാളും അന്യായമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ കോവൽ നമുക്കിനി കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്ത് ഇതിപ്പോൾ ഈ സാധാരണ വലിപ്പമാണ്. സാധാരണ വലിപ്പം എന്ന് പറഞ്ഞാൽ നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന ആ ഒരു കോവലിൻ്റെയൊക്കെ വലിപ്പം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഫുൾ രീതിയിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാകുമെന്നുള്ളത് നമുക്കൊന്ന് തെളിയിക്കേണ്ടതുണ്ട്. കോവലെന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകളുള്ളതാണ്. നാച്ചുറൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും കഴിവുള്ള 2 ചെടികളിൽ പാഷൻ ഫ്രൂട്ടും കോവലുമാണ്. ഈ പരുവത്തിൽ നമ്മൾ വെറും വയറ്റിൽ കഴിച്ചാൽ ഇൻസുലിൻ ഉൽപ്പാദനം കൂടുമെന്നാണ് ആയുർവേദത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. പ്രമേഹം അതുപോലുള്ള രോഗങ്ങൾക്കൊക്കെ. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കോവലുമായി ബന്ധപ്പെട്ട്. അതെല്ലാം നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ കോവൽ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അതിന് തൊട്ട് മുൻപായി നമ്മുടെ നഴ്സറിയുടെ കുറച്ച് നഴ്സറി വിശേഷങ്ങളും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ സാധാരണഗതിയിൽ വീഡിയോ ഇടുന്നതിൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾക്ക് ഒരു നഴ്സറി കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് നഴ്സറി വിശേഷങ്ങൾ കൂടി ഇടാറുണ്ട് അപ്പോഴുള്ള അപ്ഡേഷൻസൊക്കെ. അപ്പോൾ ഇത് ഞങ്ങൾ വാട്ടർ മെലോണിൻ്റെ തൈകളാണ്. അത് വാട്ടർ മെലോണിൻ്റെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ തൈകൾ മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണെങ്കിലും നമ്മളിതുപോലെ ബുഷിയായിട്ട് വളർത്തണം. അതല്ലെങ്കിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിലത്തൊക്കെ വീണ് ഇഴഞ്ഞു നടക്കുന്ന രീതിയിലാവും. അത് കുറച്ച് ടെക്നിക്കുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഈ രീതിയിലാക്കുന്നത്. ഇതുപോലത്തെ തൈകളാണ് നടാനായിട്ടും എളുപ്പമാണ്. നമ്മളിപ്പോൾ തൈകൾ ബൾക്കായിട്ട് വിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 3000 തൈ ഇവിടെ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. അതിപ്പോൾ ഒരു ചേർത്തലയിലെ ഫാർമർ സുനിൽ എന്ന് പറഞ്ഞ ഫാർമറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഷുഗർ ക്യൂൻ എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ യെല്ലോ വാട്ടർ മെലോണിലെ നമ്മുടെ
ആരോഹി എന്ന് പറയുന്ന ഇനമാണ്. ഇതാണ് യെല്ലോയിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി. പക്ഷേ അത്യാവശ്യം അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെ കുറ്റിയായിട്ട് എടുക്കുന്നതാണ് കൃഷിക്ക് നടാനും അതുപോലെയൊക്കെ നല്ലത്. അതാണ് ഇതുണ്ടല്ലേ, ഇതുപോലെ നമ്മൾ നല്ല റൂട്ട് സെറ്റായിട്ട് നല്ല റൂട്ട് ഫോമിംഗ് ആയിട്ടുള്ള തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഇത്തിരി അല്പം കഷ്ടപ്പാടാണ്, എങ്കിൽ പോലും നമ്മളതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വാട്ടർ മെലോണിൻ്റെ ഈ ഒരു മഞ്ഞ വെറൈറ്റി ആരോഹി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് മഞ്ഞ വാട്ടർ മെലോണുകളിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണിത്. അതായത് നല്ല വില വരുന്നതാണ് സീഡിന്. ഈ ഒരു ചെറിയ 20 ഗ്രാം പാക്കിന് തന്നെ 2000 മുകളിൽ വില വരുന്നുണ്ട്. പക്ഷേ സീഡിന് അല്പം വലിപ്പം കൂടുതലായതുകൊണ്ട് വളരെ കുറച്ച് സീഡുകളേ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ഇത് ഈ വാട്ടർ മെലോണുകളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്ത ഒരു വെറൈറ്റിയാണ്. ഇതാണ് ഉള്ളിൽ ഓറഞ്ച് ഫ്ലഷ് ഉള്ളതാണ്. ഓറഞ്ച് മഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ തന്നെ യെല്ലോ മഞ്ച് ഉണ്ട്. അത് ഞങ്ങൾ കൃഷി ചെയ്തിട്ട് അത്ര ഇതായില്ല. പക്ഷേ ഓറഞ്ച് മഞ്ച് നല്ല റിസൾട്ട് ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. ഈ ആരോഹി പോലെ എന്നൊക്കെ തന്നെ ഇതിനും അത്യാവശ്യം ആരോഹിയുടെ അത്ര ഇല്ലെങ്കിലും അതിൻ്റെ പകുതിയൊക്കെ റേറ്റ് വരുന്ന ഒരു സീഡാണ്. തൈകൾ കൊറിയർ സംവിധാനത്തിലൂടെ നമ്മൾ കേരളത്തിൽ ഓൾ കേരള നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിലും ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ചെറിയ തൈകളായതുകൊണ്ട് അത് വളരെ കൃത്യതയോടുകൂടി അതിന് വലിയ ക്ഷതങ്ങളോ ഒരു പരിക്കുകളോ ഏൽക്കാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശ്രമകരമായ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഓരോ രീതിയിൽ പരീക്ഷിച്ചാണ് നമ്മളിത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാവരുടെ നിന്നും നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ അവിടെ എത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തരം തൈകളും അയക്കുന്നതിൻ്റെ ഒരു രീതിയിലോട്ട് നമ്മളിപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഇടുന്നുണ്ട്. പലർക്കും പരാതി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ നമ്മുടെ ഫാമിൻ്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പേജ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. നന്ദി, നമസ്കാരം.